സിനിമ സീരിയൽ രംഗത്ത് വളരെ സജീവ സാന്നിധ്യമാണ് നടി മങ്ക മഹേഷ്. 1997 റിലീസായ മന്ത്രമോതിരം എന്ന സിനിമയിലൂടെയാണ് മങ്ക മലയാള സിനിമയിൽ സജീവമായത്. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചു. 1965 മങ്കയുടെ ജനനം. താരത്തിന് ഇപ്പോൾ 59 വയസ്സുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴേ കലാരംഗത്ത് സജീവമായ മങ്ക 10ാം ക്ലാസ്സിനു ശേഷം ഗുരുവായ അമൃതം ഗോപിനാഥിന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചു. പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പ്രൊഫഷണൽ നാടക നടിയായിരുന്ന മങ്ക KPSC നാടക സമിതി വഴിയാണ് അഭിനയം തുടങ്ങിയത്. KPSCയിൽ വെച്ച് പരിചയപ്പെട്ട മഹേഷുമായി ഒരുമിച്ച് ഏറെ നാടകങ്ങളിൽ അഭിനയിച്ച മങ്ക പിന്നീട് മഹേഷിനെ വിവാഹം ചെയ്ത് തിരുവനന്തപുരത്തേക്ക് താമസം മാറി. മകളുടെ ജനനത്തോടെ കലാരംഗത്ത് നിന്ന് താൽക്കാലികമായി അവധിയെടുത്തെങ്കിലും പിന്നീട് തിരിച്ചെത്തി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 1996 ദൂരദർശനിൽ ടെലി സീരിയലുകൾ തുടങ്ങിയ അവസരത്തിൽ മങ്ക മഹേഷിന് സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിനെ തുടർന്ന് സീരിയലുകളിൽ സജീവമായി. പഞ്ചാബി ഹൗസിൽ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ച മങ്കയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മഹേഷ് ആയിരുന്നു മങ്കയുടെ ആദ്യ ജീവിത പങ്കാളി. 2002 മഹേഷ് മരിച്ചു. ഭർത്താവിന്റെ വിയോഗം മങ്കയെ ഏറെ തളർത്തിയിരുന്നു. മാനസികമായി താൻ ഒറ്റപ്പെട്ടു പോയ സമയമാണ് അതെന്ന് മങ്ക ഓർക്കുന്നു. മഹേഷുമായുള്ള ബന്ധത്തിൽ മങ്കയ്ക്ക് ഒരു മകളുമുണ്ട്. മകളുടെ വിവാഹശേഷം മങ്ക മറ്റൊരു വിവാഹം കഴിച്ചു. ഭർത്താവിന്റെ മരണമല്ലാതെ തന്നെ ജീവിതത്തിൽ തളർത്തിയ മറ്റൊരു സംഭവത്തെക്കുറിച്ച് മങ്ക തുറന്നു പറഞ്ഞിട്ടുണ്ട്. മങ്കയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ചിലർ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച സംഭവമാണ് അത്. മോർഫ് ചെയ്ത വീഡിയോയായിരുന്നു അത്. എന്നാൽ നാട്ടിലൊക്കെ ഇതേക്കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്നാണ് മങ്ക പറയുന്നത്. ഭർത്താവിന്റെ മരണശേഷം വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയെന്നും അപ്പോഴാണ് താൻ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നും താരം പറഞ്ഞു. പഴയൊരു അഭിമുഖത്തിലാണ് തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് മങ്ക മനസ്സ് തുറന്നത്. എന്റേത് 2ാം വിവാഹമാണ്. മോളുടെ അച്ഛൻ 2003 മരിച്ചുപോയി. മോളുടെ കല്യാണം നടത്തിയതിനു ശേഷം ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയപ്പോഴാണ് രണ്ടാമതും വിവാഹിതയായത്. 2010 ആ വിവാഹം. ഭർത്താവ് ആലപ്പുഴക്കാരനാണ്. ബിസിനസ് ചെയ്യുന്നു. ഞാൻ അഭിനയിക്കാൻ പോകുന്നതിലൊന്നും കുഴപ്പമില്ല. അദ്ദേഹത്തിനും ഒരു മകനുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രപ്പോസൽ വന്നു. ഞാൻ കല്യാണം കഴിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് വിവാദം വന്നെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. പിന്നെ മകളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയല്ലോ. അവൾക്കും മരുമകനും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് രണ്ടാമതും വിവാഹം കഴിച്ചത്. കോവിഡ് കാലത്ത് അസുഖം വന്ന് 3 തവണ ആശുപത്രിയിലായി. അന്ന് എന്റെ കൂടെ ഭർത്താവ് ഉള്ളതിനാലാണ് മകൾക്ക് ടെൻഷൻ അടിക്കാതെ നിൽക്കാൻ സാധിച്ചത്. അതൊക്കെ ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ട് ഉണ്ടായ കാര്യമല്ലേ. ഒരു പങ്കാളി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിവതും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ വിവാഹം കഴിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മങ്ക പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.